5 വർഷത്തിന് ശേഷമാണ് വി.എസ്. അച്യുതാനന്ദൻ വേലിക്കകത്ത് വസതിയിലേക്ക് എത്തിയത്. തൻ്റെ പ്രിയപ്പെട്ട വീടാണ്, തൻ്റെ ജന്മനാടാണ്, അതിനോട് ചേർന്ന് തന്നെയാണ് തറവാട് വീടുമുള്ളത്. മുൻപ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥലം, വേലിക്കകത്ത് വീടിരിക്കുന്ന സ്ഥലം 20 സെൻറ്റ് അത് ഒറ്റയ്ക്ക് വാങ്ങിയതാണ്. പിന്നീട് ഏറെക്കാലം കഴിഞ്ഞാണ് അത് സ്വന്തം പേരിലേക്കൊക്കെ പണം കൊടുത്ത് മാറ്റാനായത് എന്നൊക്കെയുള്ള കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വസതിയിലേക്ക് അദ്ദേഹം ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ്. ഇത് അവസാനമടക്കമാണ്. കഴിഞ്ഞ 5 വർഷമായി തിരുവനന്തപുരത്ത് വിശ്രമ ജീവിതത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിശ്ചേതനായി വി.എസ്. അച്യുതാനന്ദൻ തൻ്റെ പ്രിയപ്പെട്ട വേലിക്കകത്ത് വസതിയിലേക്ക് എത്തുമ്പോൾ അവിടെയുമുണ്ട് ഒട്ടേറെ പേർ അദ്ദേഹത്തെ അവസാനമായി കാണാനും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും. അതിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ അങ്ങോളം ഇങ്ങോളം ആബാലവൃദ്ധം ജനങ്ങൾ അങ്ങോട്ടേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയം വസതിക്കകത്ത് ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം അവസരമുണ്ടായിരുന്നു അദ്ദേഹത്തിനൊപ്പം അവസാനമായി ചെലവഴിക്കാൻ. അത് കഴിഞ്ഞ് മൃതദേഹം പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ വലിയ തിരക്ക് അവിടെ കാണുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം മൃതദേഹം DC-യിലേക്ക് കൊണ്ടുപോകുമെന്നതാണ്. അത് തിരുവമ്പാടിയിലാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസുള്ളത്. അവിടെ പൊതുദർശന സമയം വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്ന് പാർട്ടി അറിയിച്ചു. അരമണിക്കൂറായി സമയം കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണം ആളുകൾ എന്ന നിർദ്ദേശം പാർട്ടി നൽകുന്നുണ്ട്. പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല എന്നതുകൂടി ഇപ്പോൾ നമുക്ക് വിവരമായി അറിയാൻ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് എന്നതാണ്. നിതിൻ അംബുജനിലേക്ക് കൂടി പോകുന്നു. നിതിൻ, ജനസാഗരം എന്നൊക്കെയുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ്. അത് ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും അത് കൂടി വരുന്നതല്ലാതെ കുറയുന്ന കാഴ്ച കാണുന്നേയില്ല. ഇതിപ്പോൾ ഒടുവിൽ അദ്ദേഹം വസതിയിലേക്ക് എത്തുമ്പോഴും അതേ കാഴ്ച കാണുകയാണ്. അനുജ പറഞ്ഞതുപോലെ തന്നെയാണ്, ജനസാഗരം എന്ന വാക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം വി.എസിനെ കണ്ടവരെക്കാൾ കൂടുതൽ ഇപ്പോഴും വി.എസിനെ കാണാനായി പുറത്ത് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിശ്ചയിച്ച സമയമെല്ലാം തന്നെ മാറിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 12:25 ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം 10 മിനിറ്റ് വീട്ടിനകത്ത് ബന്ധുക്കൾക്ക് അവിടെ വെച്ചു. പിന്നീട് ഏതാണ്ട് ഇപ്പോൾ അരമണിക്കൂറായി വീട്ടിന് പുറത്ത് ഭൗതികദേഹം പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. ഓരോ നിമിഷവും നിരവധി ആളുകളാണ് ഓരോ സ്ഥലത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇവിടെ എത്തി നിലയുറപ്പിച്ച് വി.എസിനെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. അവസാന നിമിഷം വി.എസിനെ കാണാനായി നിരവധി ആളുകൾ. ഇവരുടെ എല്ലാം വാക്കിൽ നിന്ന് ഒറ്റ മുദ്രാവാക്യമേ വരുന്നുള്ളൂ, വി.എസ് എന്ന് മാത്രമേ ഇവർക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. കാരണം ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ കടന്നുപോയൊരു സന്ദർഭമുണ്ടെന്നാണ് ആളുകളെല്ലാം തന്നെ ഓർത്തെടുക്കുന്നത്. എന്തായാലും അരമണിക്കൂറിനകം ഈ പൊതുദർശനം ഇവിടെ അവസാനിപ്പിച്ച് പിന്നീട് DC ഓഫീസിലേക്ക് പോകാൻ ഉള്ളൊരു തയ്യാറെടുപ്പാണ് പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ആ ഒരു സമയക്രമത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ഇന്നലെ രാത്രി 9 മണിക്ക് വീട്ടിലേക്ക് എത്താനായിരുന്നു നിശ്ചയിച്ചത്. അത് 15 മണിക്കൂർ വൈകി 12:15 ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ നിരവധി ആളുകൾ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നെല്ലാം തന്നെ എത്തിയ നിരവധി ആളുകൾക്ക് വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടുന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ നേരെ റിക്രിയേഷൻ സെന്ററിലേക്കോ പോയി അതുമല്ലെങ്കിൽ ഏതെങ്കിലും വഴിയരികിൽ വി.എസിനെ കാത്തു നിൽക്കാനാണ് ഇവിടുത്തെ ഓരോരുത്തരും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ DC ഓഫീസിലേക്കും ഇവിടുന്ന് ആളുകൾ പിരിഞ്ഞുപോയി DC ഓഫീസിലേക്ക് പോകുന്നുണ്ട്, റിക്രിയേഷൻ സെന്ററിലേക്ക് പോകുന്നുണ്ട്. വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായുള്ള തിരക്ക് ഇവിടെ പ്രവർത്തകർക്കും, അതായത് റെഡ് വോളണ്ടിയേഴ്സ് പ്രവർത്തകർക്കും പോലീസിനും നിയന്ത്രിക്കാൻ കഴിയുന്നിരുന്നില്ല. ആ നിലയിലായിരുന്നു ഇവിടെ തിരക്കുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അല്പം ഈ തിരക്കിന് ഒരു കുറവ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കൃത്യമായ ആളുകളെല്ലാം തന്നെ ഓരോരുത്തർ മാത്രമേ ഉള്ളിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ. അതിനുശേഷം പുറത്തേക്ക് അവരോട് വേഗത്തിൽ തന്നെ പോകാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള തിരക്കാണ് വേലിക്കകത്ത് വീട്ടിൽ നമ്മൾ കണ്ടത്. വി.എസിന്റെ ഭൗതികദേഹം ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ പ്രവർത്തകരാകെ തന്നെ ദുഃഖം തളം കിട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. കണ്ണേ കരളെ വി.എസ് എന്ന മുദ്രാവാക്യവുമായി അന്ത്യാഭിവാദ്യം നൽകിയാണ് വി.എസിനെ വേലിക്കകത്ത് വീട്ടിലേക്ക് പ്രവർത്തകരും നാട്ടുകാരും ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. ഓരോരുത്തരും ഇപ്പോൾ വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, സ്ത്രീകളും കുട്ടികളും പാവപ്പെട്ട നിരവധി മനുഷ്യരടക്കം ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വി.എസ് എന്ന മനുഷ്യൻ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സജീവ രാഷ്ട്രീയത്തിൽ 6 വർഷം ഇല്ലാതിരുന്നിട്ടും 102 വയസ്സായ ഒരു മനുഷ്യനെ കാണാൻ പുതുതലമുറയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ മന്ത്രി P. പ്രസാദ് പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അത്ഭുത പ്രതിഭാസം എന്ന നിലയിൽ തന്നെ വി.എസിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ്
സ്ത്രീകളും കുട്ടികളും ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് വരുന്നത്. വേലിക്കകത്ത് വീട് VS സംബന്ധിച്ച് ഏറെ വൈകാരികമായ ഒരു സ്ഥലമാണ്. VS ആലപ്പുഴയിലോ സംസ്ഥാനത്ത് എവിടെയാണെങ്കിൽ പോലും VS ഇവിടേക്ക് ഓണത്തിനും അതോടൊപ്പം തന്നെ പുന്നപ്ര വയലാർ ചരമവാർഷികത്തിലെല്ലാം തന്നെ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ 2019 VS അവസാനമായി ഇവിടേക്ക് എത്തിയത്. ഈ ഭൗതികദേഹം വെച്ച് തൊട്ടടുത്തുള്ള പൂമുഖത്ത് വെച്ചായിരുന്നു VS പ്രവർത്തകരെ ഓരോരുത്തരെയും കണ്ട് അവരുടെ പരാതികൾ സ്വീകരിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങളെല്ലാം തന്നെ അവർക്ക് നിർദ്ദേശിച്ച് അതിനുള്ള ഇടപെടലുകൾ നടത്തിയ ഒരു മേഖല കൂടിയാണ്, സ്ഥലം കൂടിയാണ് വേലിക്കകത്ത് വീട്. 1958 VS വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ VSന്റെ പേര് പിന്നീട് മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണാർന്ന പൂകൾ, നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണാർന്ന പൂകൾ, ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ആരാമങ്ങളെ 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 ആരാമങ്ങളെ. റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട്.